എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അവിൽ ദോശയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ ചാനലിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ ചാനലിൽ 2 മുതൽ 4 മിനിറ്റ് ദൈർഘ്യമുള്ള കുക്കിംഗ് വീഡിയോസാണ് ഇടാറ്. ചാനലൊന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അവിൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ച ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വരുന്ന പോലെ പച്ചരിയും കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം 4 മണിക്കൂർ കുതിർക്കാനായി വെക്കുകയാണ്. ഇനി വേണ്ടത് അവിലാണ്. ഞാനിവിടെ മട്ടരിയുടെ അവിലാണ് എടുത്തിരിക്കുന്നത്. വെള്ളാവിലുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. നമ്മൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിൻ്റെ നേർപകുതി അളവിലാണ് അവിലെടുക്കേണ്ടത്. അവിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്ന കാരണം അരി അരയ്ക്കുന്നതിന് 15-20 മിനിറ്റ് മുമ്പ് കഴുകിയതിന് ശേഷം കുതിർക്കാനിട്ടാൽ മതിയാവും. ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മിക്സി ജാറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് 1-2 തവണയായിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ 2 തവണയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ദോശയ്ക്കൊക്കെ സാധാരണ അരക്കില്ല, ആ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് തരിതരിപ്പ് വേണമെന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്തിട്ട് കൈ നന്നായി കഴുകിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫെർമെൻ്റ് ആയി കിട്ടും. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് പുളിക്കുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. നോർമൽ ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിൽ ഇത് ഫെർമെൻ്റ് ആവാൻ ഏകദേശം 8 മണിക്കൂറോളം എടുക്കും. ഞാനിവിടെ 8 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ പുളിച്ച് പൊന്തിയിട്ടൊന്നുമില്ല, എന്നാലും ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു കരണ്ടി ഇട്ടിട്ട് ആദ്യം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഉണ്ടാവേണ്ടത്. ഒരുപാട് ലൂസ് ആവരുത്. അതേപോലെ തിക്കായി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. ഊത്തപ്പം പോലെയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. കുറച്ച് കനത്തിൽ ഒരുപാട് റൗണ്ട് ആക്കാതെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമില്ല. മേൽഭാഗവും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അടുത്തത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയില്ലേ, 2 സൈഡും തിരിച്ചു മറിച്ചുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതാണ്. അതിനായിട്ട് കുറച്ച് വലിയ റൗണ്ടിൽ തന്നെ മാവ് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത മാവിൽ 2 തരത്തിലും ദോശ ചുട്ടെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നമ്മൾ ഈ മാവിൽ എവിടെയും ഉഴുന്ന് ചേർക്കുന്നില്ല, അവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക് ഉണ്ടാവുക. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.